പാവം എൻ്റെ അമ്മ, വയ്യാത്ത സമയത്തും എല്ലാ പണിയും എടുക്കണം. അമ്മയ്ക്ക് ഒരു കൂട്ട് വേണമെന്ന് അയാൾ തീരുമാനിച്ചു. താഴിട്ട് പൂട്ടിയ മനക്കോട്ട ഭേദിക്കാൻ അയാൾ ഉറച്ചു. തീരുമാനം അമ്മയോട് അറിയിക്കും മുൻപേ അമ്മ പറഞ്ഞു, മോനെ അനു, നിനക്കൊരാലോചന വന്നിട്ടുണ്ട്. നല്ല തറവാട്ടുകാരാണെന്നാ പറയുന്നത്. നമുക്കതങ്ങ് ആലോചിച്ചാലോ അനുകുട്ടാ? ദേവദാരു പൂത്തപ്പോൾ. രചനാ സംവിധാനം റസിയ മുട്ടിൽ. ഇതാ ഈ ഫോട്ടോ നോക്കി, നല്ല കുട്ടി. നിനക്ക് യോജിക്കുന്ന അമ്മയ്ക്ക് തോന്നണത്. ടീച്ചറാണെന്നാ പറഞ്ഞത്. അയാൾ ഫോട്ടോ വാങ്ങി നോക്കി. ഓർമ്മയുടെ ഓളങ്ങളിൽ എവിടെയോ കണ്ടു മറഞ്ഞ മുഖം. മനസ്സിൽ 1000 ശങ്കകൾ ഒന്നിച്ചുയർന്നു. അയാൾ ചോദിച്ചു, അമ്മേ, കുട്ടിയുടെ പേരെന്താ പറഞ്ഞത്? ആരതിന്നോ ആതിരാന്നോ അങ്ങനെ എന്തോവാ പറഞ്ഞത്. അമ്മാവനോടെ നമുക്ക് ഒന്നുകൂടി ചോദിച്ചു നോക്കാം. അയാളുടെ ഉള്ളം ഇളകി മറിഞ്ഞു. ദൈവമേ, ഇതെൻ്റെ ആരതി മറ്റോ ആയിരിക്കുമോ? എന്തായാലും അമ്മാവൻ വരട്ടെ. പിറ്റേന്ന് രാവിലെ പതിവിലും നേരത്തെ അയാൾ ഓഫീസിലെത്തി. അന്ന് ജനസമ്പർക്ക പരിപാടിയായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരങ്ങൾ കാണണം. തന്റെ നാടിനെ തന്നെക്കൊണ്ടാവും വിധം സംരക്ഷിക്കണം. അയാളിൽ നേരിന്റെ കർമ്മവീഥികൾ തെളിഞ്ഞു. ക്യാബിനുള്ളിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. 15 ദിനങ്ങൾക്കകം ഏറെ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി. ഒരു ദിവസം തിരക്കിനിടയിൽ യാമിനി കലങ്ങിയ കണ്ണുകളോടെ ഒരു കത്ത് നീട്ടിക്കൊണ്ട് അയാളോട് പറഞ്ഞു, സാർ, അടുത്ത മാസം എൻ്റെ വിവാഹമാണ്. സാർ എന്തായാലും വരണം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അനുരാഗ് ചന്തുലാൽ, യാമിനി കൊച്ചിറാണി തോമസ്, നന്ദിനി ട്രേസി പോൾ, സലീം ക നൌഫൽ വാളാട്, അച്ഛൻ മുഹമ്മദ് ഷാഫി പുൽപ്പള്ളി, അമ്മ എം എൻ ആനന്ദവല്ലി, ആരതി ടാനിയ ലൂയിസ്.